ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ വരട്ടാന്നാണ്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. കുക്കിംഗ് അറിയാത്ത ആളുകൾക്ക് പോലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അത്രയ്ക്ക് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മസാലയ്ക്ക് വേണ്ടി നമ്മൾ ഉപ്പ് ചേർക്കണം, അതുകൊണ്ട് സൂക്ഷിച്ച് ഇപ്പോൾ ഉപ്പ് ചേർത്തോളൂ. പിന്നെ വേണ്ടത് ചിക്കൻ്റെ ഗരം മസാലയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. ഇതൊന്ന് അടച്ചു വെക്കാം. മസാലയ്ക്ക് വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു 20 അല്ലി വെളുത്തുള്ളി വേണം, 2 എണ്ണം മാക്സിമം, മിനിമം ഒരു 1 മതി പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി വേണം, ഒരു 25 ചെറുള്ളി, 2 മീഡിയം സൈസ് സവോള, ഒരു ചെറിയ പഴുത്ത തക്കാളി, നല്ലോണം പഴുത്തതായിരിക്കും തക്കാളി. ഇത് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ ഇതുപോലെ ചതച്ചെടുക്കണം. ക്രഷ് ചെയ്യരുത്. ഇങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. കണ്ടോ, ഇതുപോലെ. ഞാനിവിടെ കുക്കറിലോട്ട് നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടോ. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരണം. ചൂടായി വരുമ്പോഴത്തേനും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഗോൾഡൻ കളർ ആവണ വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കരിയാൻ പാടില്ല. ഗോൾഡൻ കളർ ആയി വരുന്ന വരെ മതി. ഇഞ്ചിയെല്ലാം നല്ലോണം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി, കൂടി പോവരുത്. സവോള എല്ലാം നന്നായിട്ട് വഴണ്ടി വരണം. ഒരുപാട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട, നന്നായിട്ട് വഴണ്ടി വന്നാൽ മതി. സവോള എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്, കണ്ടോ? ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആയിട്ടില്ല. ഇതുപോലെ ചെയ്യണം. ഈ സമയത്ത് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ സമയത്താണ് പച്ചമുളക് ചേർക്കണത്. ഞാൻ ഒരു പച്ചമുളക് ചേർക്കണുള്ളൂ. എനിക്ക് എരിവ് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർക്കണുള്ളൂ. വേണ്ടവർക്ക് ഒരെണ്ണം കൂടി ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയെല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടീസ്പൂണാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാവണം മുളക് പൊടി. മഞ്ഞൾപ്പൊടിയുടെ അത്രയ്ക്ക് മുരിക്കേണ്ട ആവശ്യമില്ല, മുളക് പൊടി പെട്ടെന്ന് ചൂടായിക്കോളും. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ നമ്മൾ ചിക്കനിൽ ചേർത്ത ഗരം മസാല തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഗരം മസാല ഒരുപാട് എന്താ പറയുക, സ്മെല്ലൊന്നും പോവില്ല. കാരണം നമ്മൾ തക്കാളി അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കില്ലല്ലോ. അപ്പോൾ ഒരുപാട് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തക്കാളിയുടെ ഒപ്പം ഗരം മസാല ചേർക്കുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം, തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ചിക്കൻ ചേർക്കുമ്പോൾ, കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. തീരെ വെള്ളമില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം ചേർത്താൽ മതി. നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഗ്രേവി അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി ഗ്രേവി എല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്, അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.